വെള്ളോർമല സ്കൂളിന്റെ പിൻഭാഗത്തേക്കുള്ള വന്നു കഴിയുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന വീടുകൾക്കുണ്ടായ നാശനഷ്ടം നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. ഈ വീടിന്റെ മുകളിലത്തെ, അതായത് മുകളിലത്തെ ഭാഗം വരെ ഈ മലവെള്ളം ഒലിച്ചു വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ അത്രയും പൊക്കത്തിൽ അത് ആഞ്ഞടിച്ചിട്ടുണ്ട്. ഈ വീടിന്റെ ഭാഗം തകർന്ന് ആ വാഹനം നിൽക്കുന്ന ഇടത്തേക്കൊക്കെ വന്ന് അടിഞ്ഞിരിക്കുന്നത്, ഭിത്തി പൊളിഞ്ഞു കിടക്കുന്നത് ഒക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇവിടെ നിന്ന് നമ്മളിപ്പോൾ പ്രദേശവാസികളുമായി സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ, രക്ഷാപ്രവർത്തകരോട് സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ഈ വീട്ടിലുണ്ടായിരുന്ന ആളുകളെയൊക്കെ ഇപ്പോൾ മേപ്പാടിയിലെ ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നതാണ്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ വീട്ടിലുണ്ടായിരുന്ന ആളുകൾ സുരക്ഷിതരാണ്. ഈ വീടിനുണ്ടായ നാശനഷ്ടം നമുക്ക് കാണുമ്പോൾ വ്യക്തമാകും. ഈ വീടിനകത്തേക്ക് പൂർണ്ണമായും ചെളിയടിഞ്ഞ് കയറി കിടക്കുന്ന ഒരു വീടാണ് ഇത്. ഈ വീടിന്റെ അകത്തെ ഭാഗങ്ങളൊക്കെ അടർന്നിരിക്കുന്ന ഒരു വീടിന്റെ ഭാഗമാണ് നമ്മൾ കാണുന്നത്. അതിലിപ്പോൾ ഈ വീടിന്റെ ഭാഗങ്ങൾ നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ ഏകദേശം ആ ഭിത്തിയുടെ ഏകദേശം 1/4 ഭാഗത്തോളം ചെളി അടിഞ്ഞിട്ടുണ്ട്. അതിനകത്ത് സാധനങ്ങളൊക്കെ എല്ലാം വീണ് കിടക്കുന്ന, മറുഭാഗത്തു നിന്നും ഇതേപോലെ തന്നെയുള്ള ആഘാതം വീടിനുള്ളിലേക്ക് ഉണ്ടായിട്ടുണ്ട്. ചെളിയൊക്കെ നിറഞ്ഞു കിടക്കുന്ന താഴത്തെ ഭാഗം നമുക്ക് കാണാം. ഈ വീടിനകത്തേക്ക് മുഴുവൻ ചെളി വന്ന് നിറഞ്ഞിരിക്കുകയാണ്. ഈ വീട്ടുകാർ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു എന്നേ പറയാൻ കഴിയുകയുള്ളൂ. ഈ വീട്ടിലുണ്ടായിരുന്ന മുഴുവൻ ആളുകളെയും സുരക്ഷിതരായി ക്യാമ്പുകളിലേക്ക് മാറ്റാൻ സാധിച്ചിട്ടുണ്ട്. മേപ്പാടിയിലെ ക്യാമ്പിലാണ് ഈ വീട്ടുകാർ ഇപ്പോൾ ഉള്ളത്. ഈ വീട് മാത്രമല്ല, അതിന് എതിർവശത്തുണ്ടായിരുന്ന മറ്റൊരു വീട് കൂടി നമുക്ക് കാണിക്കേണ്ടതുണ്ട്. അവിടെ ആ JCB ഇരിക്കുന്ന, ആ മണ്ണുമാന്തി യന്ത്രം ഇരിക്കുന്ന ഭാഗത്ത് ഒരു വീടായിരുന്നു. ആ തുണികളൊക്കെ ഉണക്കാനിട്ടിരിക്കുന്ന ഭാഗത്ത് ഒരു വീടുണ്ടായിരുന്നു. ആ വീട് പൂർണ്ണമായും തകർന്നു കിടക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. പൂർണ്ണമായും തകർന്നു കിടക്കുന്ന ആ വീട്ടിൽ ഉണ്ടായിരുന്ന ആളുകളെ മുഴുവൻ, അവർ ഈ വലിയ ശബ്ദത്തോടു കൂടിയാണ് ഈ മലവെള്ളപ്പാച്ചിൽ വന്നത്. അത് ഉരുളുപൊട്ടി വരുന്നു എന്നുള്ള വിവരം കൃത്യമായി താഴേക്ക് ലഭിച്ചതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ട ആളുകളാണ് ഇവർ എന്ന് വേണം കരുതാൻ. ഈ ഭാഗത്തുണ്ടായിരുന്ന, ഈ പ്രദേശത്തെ 20ഓളം വീടുകളിൽ ഉണ്ടായിരുന്ന ആളുകളെ, ഇവിടെയൊക്കെ ഉണ്ടായിരുന്ന ആളുകളെ രക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് നമുക്ക് അന്വേഷിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അവരെ നമുക്ക് കണ്ടെത്താൻ ശ്രമിക്കാവുന്നതുമാണ്. ഈ വീട് നോക്കൂ, ഈ വീട് ഏകദേശം ഇനിയില്ല, ഒരു വീടെന്ന് പറയാൻ കഴിയില്ല. ഒരു വീടിന്റെ അടിത്തറയുടെ ഭാഗങ്ങൾ, അടിത്തറ വരെ മാന്തി എടുക്കുന്ന രീതിയിലുള്ള ആഘാതമാണ്. നോക്കൂ, അടിത്തറ വരെ എടുത്തുകൊണ്ട് പോകുന്ന രീതിയിൽ, ഇളക്കിയെടുക്കുന്ന രീതിയിലുള്ള ആഘാതമാണ് ഈ വീടിന് സംഭവിച്ചത്. നോക്കൂ, ടൈലിട്ട ഇത് ഒരുപക്ഷെ ഇത് ഈ വീടിന്റെ സ്വീകരണ മുറിയോ സിറ്റൗട്ടോ ഒക്കെ ആയിരിക്കും. മുന്നിലേക്ക് തള്ളിയിരിക്കുന്ന ഭാഗമാണ്. ഇതൊരു സിറ്റൗട്ട് ആയിരുന്നിരിക്കാം. ഇതിനകത്ത് മുറികളൊക്കെ ഉണ്ടായിരുന്ന ഒരു വീടാണ് ഇങ്ങനെ തരിപ്പണമായി കിടക്കുന്നത്. അവിടെയും നമുക്ക് എല്ലാ കാര്യങ്ങളിലും വിധി ചിലത് നമുക്കായി കാത്തുവെക്കുമെന്ന് പറയുന്നത് പോലെ ഈ വീട്ടിൽ ഈ തുണികളൊക്കെ അന്നത്തെ ദിവസം വിരിച്ചിട്ടതായിരിക്കും. ആ തുണിയൊക്കെ വിരിച്ചിട്ട് സമാധാനമായി ഉറങ്ങാൻ കിടന്ന മനുഷ്യരാണ് ഈ വീടിനുള്ളിൽ. ഈ പൊട്ടിക്കിടക്കുന്ന അയ പോലെ നോക്കൂ, അതിലൊരു സാരി ഉണക്കാനിട്ടിട്ടുണ്ട്. ഒരു കുടുംബം താമസിച്ചിരുന്ന വീടാണ്. ആ തുണികളെല്ലാം അവർ ഇട്ടിരുന്ന കയറ് പൊട്ടി വീഴുന്നത് പോലെയാണ് ഈ വീട് തകർന്ന് ഇല്ലാതായി കിടക്കുന്നത്. നോക്കൂ, അടിത്തറയോട് ചേർന്ന് കിടക്കുന്ന വീട്. എത്ര വലിയ ആഘാതമാണ് ഈ ഭാഗത്തേക്ക് ഉരുൾപൊട്ടി വന്ന മലവെള്ളപ്പാച്ചിൽ അടിച്ചേൽപ്പിച്ചതെന്ന് നമുക്ക് വ്യക്തമാകും. ഈ ഭാഗത്ത് നിർമ്മിച്ചിരുന്ന ഭാഗത്തേക്ക് ഇവിടെ നോക്കൂ, ഈ ഭാഗവും ഒക്കെ അടർന്ന് ഇവിടേക്ക് വീണ് ഇവിടെ പൂർണ്ണമായും ഈ മലവെള്ളം വന്ന് അടിച്ചു കയറിയതിൻ്റെ കൃത്യമായ ഒരു ചിത്രം നമുക്ക് ഈ വീട് നിൽക്കുന്ന ഭാഗത്ത്, ഇവിടെ നമ്മൾ ചവിട്ടുമ്പോൾ തന്നെ അത് ഇളകി വീഴുകയാണ്. മൺകട്ടകൾ കൊണ്ട് നിർമ്മിച്ച വീടായിരുന്നു. അതിൻ്റെ മുറികളുടെയൊക്കെ അടയാളപ്പെടുത്തലുകൾ മാത്രമാണ് നമുക്കുള്ളത്. ഇവിടെ ഇതൊരു 2 മുറി വീടായിരിക്കാനാണ് സാധ്യത. ഇതിൻ്റെ ഒരു വലിപ്പം വെച്ച് നോക്കുമ്പോൾ എന്തായാലും ഈ വീട്ടിലുണ്ടായിരുന്ന ആളുകളെയൊക്കെ രക്ഷിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇവിടെ എത്തുമ്പോൾ നമുക്ക് ഈ ദുരന്തത്തിൻ്റെ ബാക്കി എന്തെന്ന് ചോദിക്കുമ്പോൾ ഈ വീട്ടിലുണ്ടായിരുന്ന മനുഷ്യരെ രക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഏതോ ക്യാമ്പിൽ സുരക്ഷിതരായ ആ മനുഷ്യരുണ്ട് എന്നാണ് നമ്മൾ കരുതുന്നത്. അവിടെയുള്ള 2 വീടുകൾ, അത് ബന്ധുക്കളായുള്ള ആളുകളുടെ വീടുകളാണ്. അതിൽ ഈ വീട് വരെയാണ് ഉരുളുപൊട്ടിയുള്ള വെള്ളവും മണ്ണും എല്ലാം എത്തിയത്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. അവിടം വരെ ഈ മലകളും ഒപ്പം തന്നെ അവിടെ നിന്ന് വന്ന വലിയ പാറ കഷ്ണങ്ങളും എല്ലാം ഒഴുകിയെത്തി. ഈ വീട് മുഴുവൻ തകർത്തുകൊണ്ടാണ് അവിടേക്ക് വെള്ളം കയറിയത്. അതായത് ഈ വീട് എടുത്തുകൊണ്ട് വെള്ളം പോയ വഴിയാണ് നമ്മൾ കാണുന്നത്. ദൃശ്യങ്ങളിൽ നമുക്കത് വ്യക്തവുമാണ്. നമുക്ക് അവിടേക്ക് കൂടി പോവുകയാണെങ്കിൽ, എനിക്കൊപ്പം വീഡിയോ ജേർണലിസ്റ്റ് ഫൈസലാണുള്ളത്. ഫൈസൽ, സൂക്ഷിച്ചു വേണം വരാൻ. നമ്മൾ ഈ ദുരന്തബാധിത മേഖലയിലൂടെ പോകുമ്പോൾ ഇവിടെ ഒക്കെ വലിയ പാറകളൊക്കെ വന്ന് അടിഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഈ ഒരു മേഖലയുടെ മുഴുവൻ ഒരു ചിത്രം തന്നെ മാറിയിരിക്കുകയാണ്. അടുത്തടുത്ത് വീടുകളൊക്കെയായി സമാധാനമായി സ്നേഹത്തോടെ കഴിഞ്ഞിരുന്ന ഒരു കൂട്ടം മനുഷ്യർക്കിടയിലേക്കാണ് ഈ വലിയ ഉരുളുപൊട്ടി, വലിയൊരു ദുരന്തം അവർക്കിടയിലേക്ക് പാഞ്ഞെത്തിയത് എന്ന് വേണം കരുതാൻ. നോക്കൂ, ഈ നദിയുടെ അടിത്തട്ടിലുണ്ടായിരുന്ന മണ്ണാണത്. അതൊരു ഇറോഷൻ സംഭവിച്ച് ഇപ്പോൾ ഇവിടെ വന്ന് കിടക്കുന്നുണ്ട്. ഈ വശത്തുകൂടി ഒരു ചാൽ ഒഴുകുന്നുണ്ട്. ഇതുവഴിയൊന്നും ഒരു പുഴയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കൈവഴിയോ പോലും ഉണ്ടാകാത്ത, അല്ലെങ്കിൽ വീടുകൾ ഇരുന്നിരുന്ന പ്രദേശമാണ് പൂർണ്ണമായും. ഇവിടേക്ക് എത്രത്തോളം ആഘാതത്തിലാണ് ഈ ഉരുൾ വെള്ളം
അടിച്ചു കയറിയത് എന്നുള്ളത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. നോക്കൂ, അത്രയും ഭാഗത്തേക്ക് ഈ ആഘാതം ഏറ്റിട്ടുണ്ട്. നോക്കൂ, അവിടെ മരങ്ങളുടെയൊക്കെ വേരുകൾ കാണുന്ന രീതിയിൽ മൺതിട്ട പൂർണ്ണമായും ഇപ്പോൾ ഇടിഞ്ഞു നിൽക്കുന്നത് നമുക്ക് കാണാം. ഇവിടെ ഈ 2 നില വീട്ടിൽ ഉണ്ടായിരുന്ന ആളുകൾ ബന്ധുവിൻ്റെ വീട്ടിലേക്ക്, മുകളിലുള്ളത് അവരുടെ ബന്ധുവിൻ്റെ വീടാണ്, അവിടേക്ക് ഓടിക്കയറി വലിയ ശബ്ദം കേട്ട് അതിൻ്റെ മുൻവശത്തുള്ള തൂണുകളടക്കം വീണ് കിടക്കുന്നത് നമുക്ക് കാണാം. അവിടെ ഉണ്ടായിരുന്ന വീടുകളൊക്കെ പൂർണ്ണമായും ഇല്ലാതായി. നമുക്ക് ആ മേഖലയിലേക്ക് കൂടി പോകാവുന്നതാണ്. വലിയ ആഘാതം, ഒരു ദുരന്തത്തിൻ്റെ ആഘാതം എത്രയാണ് എന്ന് മനസ്സിലാക്കി തരുന്ന അവശേഷിപ്പുകളാണ് വെള്ളോർ മലയിലേക്ക് എത്തുമ്പോൾ വീടുകളിരുന്ന, ഒരുപാട് പ്രതീക്ഷകളോടെ താമസിച്ചിരുന്ന മനുഷ്യർ താമസിച്ചിരുന്ന ഇടങ്ങളിലേക്ക് എത്തുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. വെള്ളോർ മലയിൽ നിന്ന് വീഡിയോ ജേർണലിസ്റ്റ് ഫൈസൽ VS-നൊപ്പം റിപ്പോർട്ടർ സുജയ പാർവതി ഇൻ റിപ്പോർട്ടർ.